എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന നിയമസഭയെ പറ്റി നോക്കാം. സംസ്ഥാന നിയമസഭയുടെ ക്വാറം 10 അംഗങ്ങളോ അല്ലെങ്കിൽ അംഗബലത്തിൻ്റെ 10 ആണ്. ഇതിലേതാണോ വലുത് അതാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന നിയമസഭയുടെ ക്വാറം എത്രയാണ്? 10 അംഗങ്ങളോ അല്ലെങ്കിൽ ആകെ അംഗബലത്തിൻ്റെ 10 ആണ്. സംസ്ഥാന നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 333 സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 333. 104 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പ്രാതിനിധ്യം നിലവിൽ നിർത്തലാക്കിയത്. പക്ഷേ ഇന്നിതില്ല. 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പ്രാതിനിധ്യം നിലവിൽ നിർത്തലാക്കി. സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അംഗബലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 170 സംസ്ഥാന നിയമസഭാ അംഗത്തിൻ്റെ അംഗബലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 170 സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 60. സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞത് 60 അംഗമെങ്കിലും വേണം. സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും കൂടിയ അംഗസംഖ്യ, ഏറ്റവും കൂടുതൽ മാക്സിമം പോയ 500 വരെ നമുക്ക് പോകാം. സംസ്ഥാന പാർലമെന്ററി സംവിധാനത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന അനുച്ഛേദം 164. സംസ്ഥാന പാർലമെന്ററി സംവിധാനത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന അനുച്ഛേദം എത്രയെന്ന് ചോദിക്കും. 164. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 328. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 328. സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 164 സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 164. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കൂടരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 164 1A ആണ്. എന്താണ്? സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കൂടരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 164 1A. 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭയുടെ അംഗസംഖ്യയ്ക്ക് ഈ പരിധി നിശ്ചയിച്ചത്. 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു മന്ത്രിസഭയുടെ അംഗസംഖ്യയുടെ പരിധി തീരുമാനപ്പെടുത്തി നിശ്ചയിച്ചത്. ഒരു സംസ്ഥാന മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറഞ്ഞത് 12 മന്ത്രിമാർ ഉണ്ടായിരിക്കണം. ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയിൽ കുറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തതായി നിയമസഭാ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയൊക്കെ നോക്കാം. നിയമസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ. നിയമസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. നിയമസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. നിയമസഭയുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് മുൻപാകെയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കുമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സ്പീക്കർക്ക് മുൻപാകെയും സ്പീക്കർ തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് മുൻപിലുമാണ്. നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നത് സ്പീക്കറാണ്. നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നത് സ്പീക്കറാണ്. നിയമസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 178. നിയമസഭാ സ്പീക്കറെ പറ്റിയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറ്റി ഒക്കെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 178. സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 179. സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം
179. നിയമസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് 178. അവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് അനുച്ഛേദം 179. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കർ അഥവാ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സഭാ നടപടി നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. സഭയിൽ വോട്ടുകൾ തുല്യമായി വരുന്ന സാഹചര്യത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളതും സ്പീക്കർക്കാണ്. സഭയിൽ എന്തെങ്കിലും ഒരു വരുമ്പോൾ വോട്ടുകൾ തുല്യമായി വന്നാൽ ആ ഒരു സാഹചര്യത്തിൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താൻ അധികാരമുള്ളത് സ്പീക്കറാണ്. ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അന്തിമ അധികാരം നിയമസഭാ സ്പീക്കർക്കാണ്. ഒരു ബില്ലിനെ സംബന്ധിച്ച് വരുമ്പോൾ അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അധികാരവും നിയമസഭാ സ്പീക്കർക്കാണ് ഉള്ളത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അതിൻ്റെ 10ാം പട്ടികയിൽ ഒരു നിയമസഭാ അംഗത്തിൻ്റെ അംഗത്വവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുന്നതും നിയമസഭാ സ്പീക്കറാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 10ാം പട്ടികയിൽ ഒരു നിയമസഭാ അംഗത്തിൻ്റെ അംഗത്വവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമസഭാ സ്പീക്കർക്കാണ് ഉള്ളത്. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലെ അംഗങ്ങളാണ്. സ്പീക്കറെ ഇനി ആരാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്? നിയമസഭയിലെ അംഗങ്ങൾ തന്നെയാണ്. സ്പീക്കർ നിയമസഭ നിലവിൽ ഇല്ലാതാകുമ്പോൾ സ്ഥാനമൊഴിഞ്ഞാലും പുതിയ സ്പീക്കർ തിരഞ്ഞെടുക്കുന്നത് വരെ പദവിയിൽ തുടരുന്നതാണ്. സ്പീക്കറിന് നിയമസഭ നിലവിൽ ഇല്ലാതാകുമ്പോൾ സ്ഥാനമൊഴിഞ്ഞാലും പുതിയ സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ തുടരാനുള്ള അനുമതിയുണ്ട്. അടുത്തതായി പ്രോടൈം സ്പീക്കറിനെ പറ്റി നോക്കാം. പ്രോടൈം സ്പീക്കറിൻ്റെ പ്രധാന ചുമതല എന്താണ്? പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കലാണ് പ്രോടൈം സ്പീക്കറിൻ്റെ ചുമതല. പ്രോടൈം സ്പീക്കറെ നിയമിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 180-ൽ 1. പ്രോടൈം സ്പീക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 180-ൽ 1. പ്രോടൈം സ്പീക്കർ ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. പ്രോടൈം സ്പീക്കർ ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത്. നിയമസഭ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോടൈം സ്പീക്കറുടെ മുൻപാകെയാണ്. നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടൈം സ്പീക്കർക്ക് മുൻപാകെ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പ്രോടൈം സ്പീക്കറെ നിയമിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 180-ൽ 1. പ്രോടൈം സ്പീക്കർ ഗവർണർക്ക് മുൻപാകെ ഇനി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടൈം സ്പീക്കർക്ക് മുൻപാകെയുമാണ്. പ്രോടൈം സ്പീക്കറുടെ പ്രധാന ചുമതല എന്താണ്? പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കലാണ്. പദവിയും താരതമ്യങ്ങളും പെട്ടെന്നൊന്ന് റിവിഷൻ ആയിക്കോട്ടെ. ഇപ്പം പഠിച്ചത് തന്നെ. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോക്സഭാ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർക്ക് മുൻപാകെയാണ്. നിയമസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക് മുൻപാകെയാണ്? നിയമസഭാ സ്പീക്കർ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്ക് മുൻപാകെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. നിയമസഭാ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭാ സ്പീക്കറിനും, നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് നിയമസഭാ സ്പീക്കർക്ക് മുൻപാകെയുമാണ്. ലോക്സഭയിലെ കാസ്റ്റിംഗ് വോട്ടിനുള്ള അധികാരമുള്ളത് ആർക്ക്? ലോക്സഭാ സ്പീക്കർക്ക്. നിയമസഭയിൽ കാസ്റ്റിംഗ് വോട്ടിനുള്ള അധികാരം നിയമസഭാ സ്പീക്കർക്കുമാണ് ഉള്ളത്. പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപാകെയാണ്. നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പ്രോടൈം സ്പീക്കറുമാണ് മുൻപാകെയാണ് ചെയ്യുന്നത്. പ്രോടൈം സ്പീക്കർ സത്യപ്രതിജ്ഞ ഗവർണർക്ക് മുൻപാകെ ചെയ്യുമ്പോൾ നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ചെയ്യുന്നതും പ്രോടൈം സ്പീക്കർക്ക് മുൻപാകെയാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്നുള്ള ടോപ്പിക്സുമൊക്കെ എന്നെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണേ. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്.
കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.